അപ്പോൾ ഫീലിങ്സ് വെക്കുമ്പോൾ അത് കറക്റ്റാണ്, പക്ഷെ ബുദ്ധി വെക്കുമ്പോൾ അത് തെറ്റാണ്. അപ്പൊ ആത്മാവ് പറയും ചില സമയത്ത് നമ്മളോട് നമ്മളെ പറയാറില്ലേ, അത് കഴിക്കണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണ് കഴിക്കണ്ടായിരുന്നു പറയാ? കഴിച്ചിട്ട് വയറിന് പ്രശ്നം വരുമ്പോഴാണ് പറയാം, അല്ലേ? അത് ആരാ പറയുന്നത് നമ്മളോട്? കഴിക്കാൻ പറഞ്ഞത് ആരാണ്? അതേ ആള് തന്നെ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫീലിങ്സ് ആണ്. അല്ലേ? അതേ സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഫീലിങ്സ് പറഞ്ഞിട്ടാണോ? ബുദ്ധി പറഞ്ഞത്. അപ്പൊ ഓരോരോ കഴിക്കുന്നതിൽ പോലും വ്യത്യസ്തതയുണ്ട്. മനസ്സ് പറഞ്ഞു കഴിക്കുന്നതുകൊണ്ട്, ബുദ്ധി പറഞ്ഞു കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കണ്ടായിരുന്നു, കഴിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഇത് രണ്ടും ഇപ്പൊ നല്ല മിർച്ചി പറ്റി, ആ സ്മെല്ല് ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നു, കഴിക്കണം തോന്നുന്നു. കഴിച്ചില്ല എന്ന് വിചാരിക്കാം, കാരണം ബുദ്ധി പറഞ്ഞു എണ്ണ ശരിയല്ല, അത് റോഡ് സൈഡാണ്, കംപ്ലീറ്റ് പൊടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കും. എന്നിട്ട് രാത്രി കിടക്കുമ്പോ വായിൽ വെള്ളവും വരും. കുറച്ച് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഉറക്കം തീരെ ശരിയായിട്ടില്ല. എന്താ കാരണം? ഇന്നലെ രാത്രി ഫുൾ മുറിച്ച് ബജ്ജിയായിരുന്നു. ആണോ അല്ലയോ? തെറ്റോ ശരിയോ പറയാൻ പറ്റില്ല നമുക്ക്. കഴിക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ടല്ലോ, കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഓരോ ദിവസത്തെയും എഫക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഫുൾ ജന്മത്തിലെ കർമ്മങ്ങള്, നമ്മൾ പറഞ്ഞു വരുന്ന കർമ്മത്തെ കുറിച്ചാന്ന് പറയരുത്, നമ്മൾ തീ പൊരിച്ച് ബജ്ജിയിൽ എത്തിയിട്ടില്ല. പക്ഷെ ഇവര് പറയാൻ കാരണം നമ്മുടെ ഫുൾ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജന്മം തീരാറാവുക അന്ധകാലേച്ച ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ അതൊക്കെ ക്രെഡിറ്റിലേക്ക് പോയിട്ട് അടുത്ത ജന്മത്തിൽ പുതിയൊരു ജന്മം തുടങ്ങുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് നമുക്ക് അക്കമ്പനി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.